മിസ്റ്റർ ജിപ്സിയുടെ ECT/MS Excel സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഡാറ്റ, അതായത് നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് ഡാറ്റ വേണം. അപ്പോൾ ഒറ്റ സിംഗിൾ ലൈനിൽ മറ്റേ ഒരു കോളത്തിലാണ് ആ ഡാറ്റ അല്ലെങ്കിൽ ഒരു റോയിലാണ് ഡാറ്റ എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വേർതിരിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്നത്. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഇടത്ത് സൈഡിൽ നമുക്ക് ഓരോ ഹെഡിങ് കാണാം. EID എന്ന് പറഞ്ഞാൽ എംപ്ലോയി ID ആണ്, നെയിം ആണ്, ഡിപ്പാർട്ട്മെന്റ് ആണ്, ജെൻഡർ ആണ്, എത്തനിസിറ്റി ആണ്. ഇത് എനിക്ക് ഇങ്ങനെ 4 വേണം. ആക്ച്വലി എനിക്ക് പക്ഷേ ഈ സംഭവം ഇങ്ങനെ 4 സെപ്പറേറ്റ് 5 സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. അതിന് പകരമായിട്ട് നിങ്ങൾ ഈ കാണുന്ന G കോളത്തിൽ കാണുന്ന പോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. EID, നെയിം, ഡിപ്പാർട്ട്മെന്റ്, ജെൻഡർ, എത്തനിസിറ്റി എന്ന് പറഞ്ഞാൽ ഇത് എല്ലാതും ഒന്നിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. കാരണം ഇത് പലപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡംപ് വരുന്ന സമയത്ത് ഇങ്ങനെ മാത്രമായിരിക്കും വന്നുകൊണ്ടിരിക്കുക. അതിന് പലതും ഉണ്ടാവും. ചിലത് ഹാഷ് ഉണ്ടാവും, സ്ലാഷ് ഉണ്ടാവും, അങ്ങനെ പല സംഭവങ്ങളും വെച്ചിട്ടായിരിക്കും വരാൻ പോകുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, EID കഴിഞ്ഞ് സ്പേസ് ഉണ്ട്, നെയിം കഴിഞ്ഞ് സ്പേസ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ സ്പേസ് ഉണ്ട്, ജെൻഡർ, എത്തനിസിറ്റി എന്ന് പറഞ്ഞ സ്പേസ് ഉണ്ട്. അങ്ങനെ എല്ലാതും നോക്കുകയാണെങ്കിൽ എല്ലാത്തിന്റെയും ഓരോ ഇടയിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതാണ് നമുക്ക് ഇവിടെ വേർതിരിച്ചിട്ട് കിട്ടാൻ പോകുന്ന ഒരു സംഭവം. നമ്മൾ ഇതിനുള്ള കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡാറ്റ എടുക്കുമ്പോൾ അത് ഇങ്ങനെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് കോമണാലിറ്റി വേണം. ഇനി അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ആലോചിച്ച് നോക്കി ഓരോന്ന് ഇരുന്ന് ടൈപ്പ് ചെയ്യണം. ഈ ഓരോ ഹെഡിങ് എടുത്ത് ടൈപ്പ് ചെയ്യണം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടോപ്പിന്റെ മുകളിൽ ഡാറ്റ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാം. ഡാറ്റയുടെ ഉള്ളിൽ വന്ന് കഴിഞ്ഞ ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ പറ്റും, ടെക്സ്റ്റ് ടു കോളംസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതുണ്ടോ, സ്പ്ലിറ്റ് എ സിംഗിൾ കോളം ടു ടെക്സ്റ്റ് ഇൻ ടു മൾട്ടിപ്പിൾ കോളംസ്. അതാണ് ടെക്സ്റ്റ് ടു കോളം എന്ന് പറയുന്നത്. ഞാനത് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഡാറ്റ ഇവിടെ വരും. കണ്ടോ, പ്രിവ്യൂ സെലക്ടഡ് ഡാറ്റ എന്ന് പറഞ്ഞ് കണ്ടോ, EID, നെയിം, ഡിപ്പാർട്ട്മെന്റ്, ജെൻഡർ, എത്തനിസിറ്റി എന്നുള്ളത്. ഇനി ഇതിന്റെ ഉള്ളിൽ 2 ഓപ്ഷനാണ് വരാൻ പോകുന്നത്. ഡീലിമിറ്റഡ് ക്യാരക്ടർ സച്ചസ് കോമാസ് ഓർ ടാബ് സെപ്പറേറ്റഡ് ബൈ ഈച്ച് ഫീൽഡ്. അതായത് ഒന്നെങ്കിൽ കോമ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ടാബ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ. ഫിക്സഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അലൈൻ കോളംസ് സ്പേസ് ബിറ്റ്വീൻ ഈച്ച് ഫീൽഡ്. ഇതാണ് ഫിക്സഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഫിക്സഡ് വിഡ്ത്തിൽ എന്താ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ഹൈഫൺ കണ്ടില്ല, ഇത് കണ്ടോ, ഇത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത്. പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇതിങ്ങനെ എടുക്കുന്നു. ഇവിടെ ഇങ്ങനെ എത്ര ഇത് വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണ്, അടുത്ത ഞാൻ എടുത്ത് വലിക്കുകയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാതും ഒരു കോമൺ അല്ല. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഞാൻ ഇത് കാണിച്ചു തരാം എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. ഇങ്ങനെ എടുക്കുന്നു, ഇത് വരുന്നു, ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കുന്നു. ഇങ്ങനെ ഈ ഓരോ ഗ്യാപ്പിനനുസരിച്ച് ഞാൻ വെക്കുകയാണ്. ഇനി നെക്സ്റ്റ് കൊടുക്കുകയാണ്, ഫിനിഷ് എന്ന് കൊടുക്കുകയാണ്. ഇപ്പൊ എന്താ സംഭവിച്ചത് നോക്കിയേ, ഈ എംപ്ലോയി ID മാത്രം കറക്റ്റ് ആയിട്ട് കിട്ടി, മനസ്സിലായോ? പക്ഷെ ബാക്കി എല്ലാതും വീണ്ടും ഒന്നിട്ട് തന്നെ വന്നു. നോക്കിയേ, നെയിമിലെ EID N മാത്രമാണ് ഇവിടെ വന്നത്, AME വേറെ വന്നു, ഡിപ്പാർട്ട്മെന്റ് ഒന്നിച്ച് വന്നു, ജെൻഡർ, എത്തനിസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ വന്നു, ജെൻഡറും എത്തനിസിറ്റി ഒന്നായിട്ടാണ് വന്നത്. ഇതൊക്കെ ഇവിടെ എമിലി, IT, ഫീമ എന്നുള്ള ഒറ്റതായി, ലേ ബ്ലാക്ക് എന്നുള്ളത് വേറെയായി. നമുക്ക് ഒരിക്കലും പക്ഷെ ഇങ്ങനെ ഡാറ്റ കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടേണ്ട ഡാറ്റ ഇങ്ങനെയാണ്, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വേണം. അപ്പോൾ ഇങ്ങനെ ഫിക്സഡ് ഫീൽഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ലൈനിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരേ ലൈനിലാണ് ഈ സംഭവങ്ങൾ നിൽക്കുന്നത് എങ്കിൽ, ഇപ്പൊ നമ്മൾ ഒന്നും എടുക്കാത്തതുകൊണ്ട് കാണുന്നത് ഒരേ ലൈനിലാണ്. ഞാൻ ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരാം. ഒരേ ലൈനിലാണെങ്കിൽ, അതായത് ഇങ്ങനെ ഈ നമ്മൾ കാണുന്ന ഗ്യാപ്പ് ഒരേ ലൈനിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഫിക്സഡ് ഡീലിമിറ്റ് എന്നുള്ള ഫിക്സഡ് വിഡ്ത്ത് എന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ വെച്ച് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാനത് ബാക്കിലോട്ട് കൊണ്ടുപോവാണ്. Ctrl Z അടിക്കുക, ബാക്കിലോട്ട് കൊണ്ടുപോവാണ്. ഞാൻ നേരത്തെ വന്ന സാധനം നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാം. അതേപോലെ ഓക്കെ, സോ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ സ്പേസ് ആണുള്ളത്. ഞാനിത് വീണ്ടും ക്ലിക്ക് ചെയ്തു, നെക്സ്റ്റ് കോളത്തിലോട്ട് പോയി. എന്നിട്ട് ഫിക്സഡ് വിഡ്ത്ത് നടക്കില്ല, നമുക്ക് ഡീലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതേപോലെ കാണാൻ പറ്റും. നെക്സ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ടാബ് ഉണ്ട്, സ്പേസ് ആണ് നമ്മളെ കോമൺ ആയിട്ട് ഉണ്ടാവുന്നത്. കണ്ടോ, നമ്മൾ ഒഴിവാക്കി. കോമ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. കോമ എല്ലാറ്റിനും ഓരോന്ന് കോമ കൊടുക്കുകയാണെങ്കിൽ കോമ അതിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, സെമി കോളൻ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇതുവരെ നമുക്കുള്ള സ്പേസ് ആണ്, അല്ലെ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഫിനിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കാണാൻ പറ്റും ഇത് ഞാൻ നേരത്തെ തന്ന അതേപോലത്തെ ഡാറ്റ ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു ഒന്നിച്ചിട്ട് ഡാറ്റ കിട്ടുകയാണ്, പക്ഷെ കോമൺ ആയിട്ട് സ്പേസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് കോളം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓരോ കോളമിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.